ബിഗ് ബോസിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ കരുതുന്ന ഒരു കാര്യമാണ് ആരുമായിട്ട് അലയൻസ് വെക്കുന്നു, ആ ബന്ധത്തെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളത്. ഗബ്രിയുടെ ഗെയിമിലെ ഏറ്റവും വലിയ പാളിച്ച അല്ലെങ്കിൽ വീഴ്ചയായിട്ട് ഞാൻ കാണുന്നത് ആ ഒരു സാധനമാണ്. ക്ലാരിറ്റി ഇല്ലായ്മയാണ് എന്റെ ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഓഡിയൻസുമായിട്ട് ഒരു ഡിസ്കണക്ട് സംഭവിച്ചു. നമ്മുടെ സൊസൈറ്റി എന്തുമാത്രം പോളറൈസ്ഡ് ആണ് എന്ന് മനസ്സിലാക്കി വെച്ചിട്ട് വേണം ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റുകൾ അടിക്കാനായിട്ട്. എത്ര മിക്സ്ഡ് അഭിപ്രായങ്ങൾ വരും എന്ന് മനസ്സിലാക്കി വെച്ചിട്ട് വേണം പറയാനായിട്ട്. പിന്നെ ഗബ്രിയുടെ ഗെയിമിലെ മറ്റൊരു പാളിച്ചയാണ് തെറ്റായ മെസ്സേജ് കൊടുത്തു എന്നുള്ളത്. പ്രണയം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ഏതൊക്കെ രീതിയിൽ വളച്ചൊടിച്ച് പ്രൊജക്ട് ചെയ്യാൻ പറ്റുമോ അതിന്റെ പീക്കിൽ ഗബ്രി അവിടെ കാണിച്ചു. ലവ് ഇസ് സിമ്പിൾ, ഇറ്റ് ഹാസ് ടു ബി സിമ്പിൾ. അത് സിമ്പിൾ ആയിരിക്കേണ്ട ഒരു സാധനമാണ്. അതിനെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കി വളച്ചൊടിക്കുന്നത് കാണാൻ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടമല്ല എന്നത് ഗബ്രി മനസ്സിലാക്കണമായിരുന്നു. അത് പുള്ളി മനസ്സിലാക്കാത്തതാണ് രണ്ടാമത്തെ പാളിച്ചയായിട്ട് എനിക്ക് തോന്നുന്നത്. അടുത്തതായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഓഡിയൻസ് ഗെയിം ഒരു തുള്ളി പോലും കളിച്ചിട്ടില്ല എന്നുള്ളത്. ഉദാഹരണം വെച്ച് തന്നെ പറയാം, സീസൺ 4ലും 5ലും ഗബ്രിയെ പോലെ തന്നെ നെഗറ്റീവ് ഗെയിം കളിച്ച് പബ്ലിസിറ്റി നേടിയവരാണ് റിയാസും ജുനൈസും ഒക്കെ. അവർക്കൊക്കെ ഒരുപാട് പ്രേക്ഷകരുടെ പിന്തുണ ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് രണ്ടുപേരും സെക്കൻഡ് റണ്ണറപ്പ് ആയത് അതാത് സീസണുകളിലെ. പക്ഷെ ഗബ്രിയും അവരും തമ്മിലുള്ള വ്യത്യാസം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാനുള്ള എന്തോ ഒരു ക്വാളിറ്റി അവരിൽ ഉണ്ടായിരുന്നു. അവര് വോക്കിസം പറഞ്ഞ് വെറുപ്പിച്ചു എന്നൊക്കെ ഒരു സൈഡിലുണ്ട്. പക്ഷെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ അറിയാവുന്നവരായിരുന്നു രണ്ടുപേരും. പ്രത്യേകിച്ച് റിയാസിന്റെ മറ്റേ മോളെ ദിലു അതൊക്കെ ഇന്നും കൾട്ടായിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണ്. അതുപോലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഈ 56 ദിവസം കൊണ്ടും ഗബ്രിക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ ആസ് എ ഹോൾ നോക്കുന്ന സമയത്ത് ഒരു സൈഡിൽ പ്രണയ നാടകം കളിച്ച് വെളുപ്പിച്ചു, വെറുപ്പിച്ചു. വേറൊരു സൈഡില് നെഗറ്റീവ് ഗെയിമും കളിച്ച് പൂർണ്ണമായിട്ടും വെറുപ്പിച്ചു. രണ്ട് സൈഡിലും ഇഷ്ടപ്പെടാനുള്ള ഒരൊറ്റ കാര്യം പോലുമില്ല, ഒറ്റ എലമെന്റ് പോലുമില്ല. ഏതെങ്കിലും ഒരു സൈഡില് പ്രേക്ഷകരെ ഗബ്രി കൺസിഡർ ചെയ്യേണ്ടതായിരുന്നു, അത് ഗബ്രി ചെയ്തില്ല. പ്രേക്ഷകർ ഇത് കാണുന്നുണ്ട് എന്ന് മറന്നു. ഇപ്പം സായി പറയുന്ന പോലെ അതൊരു വീടായിട്ട് കണ്ട് അവിടെ ജീവിച്ചു തീർന്നു. വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ അടിയും ഒക്കെ ഉണ്ടാക്കി ഗബ്രി അവിടെ ജീവിച്ചു തീർത്തു. അത് കറക്റ്റാണ്. പക്ഷേ ഗബ്രി ഇത് പ്രേക്ഷകർ കാണുന്നുണ്ട് എന്നും ഇതൊരു ഷോ ആണ് എന്നും മനസ്സിലാക്കിയില്ല. ഗെയിം കളിക്കേണ്ടത് ഏത് രീതിയിലാണ് എന്നും ഓഡിയൻസിനെ എങ്ങനെ തൃപ്തിപ്പെടുത്താന്നുള്ളത് ഗബ്രി മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് ഈ 56ാമത്തെ ദിവസം പുറത്താവേണ്ടി വന്നത്. പിന്നെ ഗബ്രി പുറത്തായോ എന്ന് ഇപ്പോഴും പലർക്കും ഡൗട്ട് ഉണ്ട്. ഒരു ഡൗട്ടും വേണ്ട മക്കളെ, ഗബ്രിയാണ് ഈ ആഴ്ച എവിക്റ്റ് ആവുന്നത്. പ്രേക്ഷകരുടെ ഷോ ആണ് ഇത് എന്നും കൂടി തെളിയിക്കാനായിട്ടാണ് ബിഗ് ബോസ് ഇങ്ങനെ ഒരു എവിക്ഷൻ നടത്തുന്നത്. അഖിൽമാരാരുടെ ഗെയിം കാരണമാണ് ഇത് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് അടിവരയിട്ട് പറയാം. പുള്ളി ഉണ്ടാക്കിയ കോൺട്രവേഴ്സി കാരണമാണ് ഇങ്ങനെ ഒരു ഷോക്കിംഗ് എവിക്ഷൻ ഇപ്പൊ ഈ സീസണിൽ നടക്കുന്നത്.